ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. നമ്മളിന്ന് ഗുഡ് ഈവനിങ്ങിലാണ് വന്നത്. അപ്പോൾ നാളത്തെ ദിവസം എല്ലാവർക്കും നല്ല ഡേ ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഗുഡ് ഈവനിങ് വീഡിയോയിൽ വന്നിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുകയാണെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇപ്പോൾ ഡെക്സ ബേബീനെ വിളിച്ചാലോ നമുക്ക്? ഡെക്സ കമോൺ. അതിലേ വരുള്ളൂ. ഡെക്സ അമ്മയ്ക്ക് ഉമ്മ. ഡെക്സ അമ്മയ്ക്ക് ഉമ്മ ആയടോ. ഉമ്മ വരൂല. ഡെക്സ അമ്മയ്ക്ക് ഉമ്മ വരൂല. ഉമ്മ തരുണ്ടോന്ന്. മോനൊന്നും ഇങ്ങോട്ട് നോക്കോ? ഇതങ്ങോട്ട് നോക്കോ. തന്റെ ഡെക്സ ബേബി പോയി പോ. ശല്യക്കാരൻ. അത് മാത്രം അവന് ഇഷ്ടമുള്ളൊരു കാര്യം, അതുകൊണ്ടാണ് വരുന്നത്. അപ്പം നമ്മളെ കുട്ടികൾക്കൊക്കെ ഗുഡ് ഈവനിങ്ങിലേക്ക് ഇണക്കാം. അപ്പം നമ്മളെ കുട്ടികളൊക്കെ കുളിച്ച് മേല് കഴുകി പിന്നെ ഫുഡൊക്കെ കഴിച്ചില്ലേ? ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ? നമ്മൾ പൊടിയൊക്കെ വെച്ചിരിക്കണേ. രാവിലത്തെ പട്ടാണി ഇഷ്ടം വെച്ച് ഞാൻ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കും, എന്നിട്ട് ഫ്രിഡ്ജിൽ അങ്ങോട്ട് കൊണ്ടുവയ്ക്കും. എന്നിട്ട് വൈകുന്നേരം അതെടുത്ത് അങ്ങോട്ട് ചൂടാക്കും. സൂപ്പറായിട്ടോ. എന്താ രാവിലെ മോനൊന്നും കഴിക്കാണ്ട് പോകണമാണ്. പിന്നെ കറിയൊക്കെ അങ്ങനെ രാവിലെ കുറച്ച് തോനെ വെക്കുന്നതാണ്. നല്ല ഇഷ്ടകറി, നല്ല സൂപ്പറാണ് കേട്ടോ. ഞാൻ വെക്കണോണ്ട് പറയില്ല, നല്ല രസമുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ അത് മാറ്റിങ്ങാണ്ട് ചൂടാറുന്നതിന് മുന്നേ തന്നെ കയറ്റും ഫ്രിഡ്ജിലേക്ക്. അങ്ങനെ നമ്മൾ ഇന്ന് ചപ്പാത്തി. ഇപ്പോൾ പ്രസ് പറ്റില്ല കേട്ടോ. പ്രസ് പറ്റിയിട്ട് പരക്കില്ല. ചപ്പാത്തി ഭയങ്കര കംപ്ലൈൻറ്റ്. ഉണ്ണിയേട്ടൻ്റെ വകപ്പിയാൽ മതി, എനിക്ക് ബലമില്ല കഴിക്കുന്നൊക്കെ പറഞ്ഞു. അത് എന്താ അറിയില്ല. അപ്പം നമ്മൾ വടിമേൽ പരത്തും. അങ്ങനെ നൈസാക്കി അങ്ങോട്ട് പരത്തി അങ്ങോട്ട് ചുട്ട് സൂപ്പറാക്കി അങ്ങോട്ട് കൊടുക്കുന്നേ, അത്രയൊക്കെ തന്നെ. അപ്പം നമുക്ക് എൻ്റെ കുട്ടികൾക്കൊക്കെ സ്നേഹം, ഹൃദയം നിറഞ്ഞ സ്നേഹം പറഞ്ഞുകൊണ്ട് എൻ്റെ കുട്ടികളൊക്കെ വന്ന് മേലൊക്കെ കഴുകി പിന്നെ ചായയൊക്കെ കഴിച്ച് സുന്ദരന്മാരായി അമ്മേനോടും ഒക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ ഇരിക്കല്ലേ. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചോറുന്നാട്ടോ. സമയം 7:04 സമയം അത്രേ ആയിട്ടുള്ളൂ. നമ്മുടെ മോൻ ജിമ്മിൽ പോയില്ല. അമ്മയൊക്കെ കത്തിച്ചൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം കാപ്പിയും കുടിച്ചില്ല. കാപ്പി അവനുള്ള ചെറിയ ചെറിയ സ്നാക്സൊക്കെ ഉള്ളു. കടല പൊരിച്ചതുണ്ട്, കടലക്ക ഉണ്ട്, പിന്നെ എന്താണ് കാരക്ക ഉണ്ട്. കാരക്ക നമ്മൾ അച്ചാറുടെ വണ്ടി കൊണ്ടുവച്ചത്. എനിക്ക് കുറച്ച് വണ്ടിയാട്ടോട് കൊണ്ടുവരാൻ പറയണം. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിക്കാറില്ല. ജിമ്മിൽ പോകുമ്പോൾ നല്ല കടുപ്പത്തിൽ ഒരു കാപ്പി കഴിച്ചിട്ട് പോകുള്ളൂ. അപ്പോൾ നമ്മളെ വിശേഷമൊക്കെ നമ്മളിവിടെ നിർത്തി വെച്ചിട്ട് നമുക്ക് കഥയിലേക്ക് അങ്ങോട്ട് പോയാലോ? അപ്പം നമ്മൾ കഥയിലേക്ക് പോവാം. എൻ്റെ കുട്ടികൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം പറഞ്ഞുകൊണ്ട് നമ്മളെ ഡെക്സ ബേബിയും പറഞ്ഞ്. അപ്പം നമുക്ക് ഇന്നലെ എന്താ പറഞ്ഞത്? നമ്മളെ കഥയിലേക്ക് പോകാനിട്ടോ. ഇന്നലെ എന്താ പറഞ്ഞ്? ബാബു ചോറ് തിന്നാണ്ട് സങ്കടപ്പെട്ടു പോയില്ലേ? കാർത്തിക അവനോട് കളവ് പറഞ്ഞത് അവന് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം അവൻ്റെ ജീവിത സഖിയാണ് അവള്, ജീവിതത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പം അവൾ അവനോട് കളവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ എന്താ അവനോട് ഇഷ്ടം അത്രയ്ക്കേ ഉള്ളൂ അവൾക്ക് എന്നാണ് അവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അതൊന്നല്ല നമ്മളവിടെ നമ്മളെ ശാലിൻ്റെ കളവല്ലേ, ഒന്നും പറയണ്ട. കാർത്തിക ചോറിൻ്റെ മുന്നിൽ കുമ്പിട്ടിരിക്കുന്നയാ, കണ്ണിലിങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുക കണ്ണീര്. അപ്പം അമ്മയും ഉഷാമ്മയും ശാലിനിയും ഒപ്പരം ശാലിനി മേലേക്ക് മാറ്റി. അങ്ങനെ രണ്ടാളും കൂടി കുലായിലേക്ക് വരിക. അപ്പം അമ്മയ്ക്ക മോനെടെ മോളെ ഏൽപ്പിച്ച് പോയതല്ലേ അമ്മ, ചോറ് ഞാൻ കൊടുത്തോളാം അമ്മയെന്നൊക്കെ പറഞ്ഞ അമ്മ മനഃപൂർവ്വം അവിടെ അടക്കളയിൽ നിന്ന് തിരിഞ്ഞ് കുറച്ച് പണിയൊക്കെ എടുത്ത മക്കൾ എന്തെങ്കിലും സംസാരിച്ചോട്ടെ ചേച്ചി. നല്ല അമ്മയാണ്, നമ്മളെ പോയിട്ട് അമ്മയാ. അപ്പോൾ പിന്നെ അപ്പോഴേക്കും മോൻ പിണങ്ങി പോയി. മോനെവിടെ മോളെ? അപ്പോഴൊന്നും മിണ്ടില്ല. മോളെ അപ്പോൾ ഓള് പോയി അമ്മേനോട് പോട്ടെ എന്ന് പറയാൻ പറഞ്ഞു. പോയോ? ചോറൊന്നുമില്ലല്ലോ, ചോറ് കൊച്ചു വെച്ചിട്ടുള്ളല്ലോ. അപ്പോൾ ശാലിക്കോ കാർത്തിക എന്താ പറ്റിയേ, എന്താ പോയേ? അപ്പോൾ കാർത്തിക അങ്ങനെ തല പൊന്തിച്ചാലുണ്ടാവും ഓളെ കണ്ണിങ്ങനെ കണ്ണീരിങ്ങനെ ഒഴുകൂട്ടോ. അപ്പടി ശാലിനി അറിയാം, കാർത്തിക ഈ എന്താ ഈ ഇങ്ങനെയൊന്നല്ലല്ലോ, ഈ നല്ല പിന്നെ എന്താ തൻ്റെ ഇടയോ പെൺകുട്ടിയല്ലേ, ഈ ഇങ്ങനെയൊക്കെ അറിയാൻ പാടുണ്ടോ, ഈ എന്തിനാ കാരണേ? അപ്പോൾ പുറം കൈ കൊണ്ട് കണ്ണീരൊക്കെ തുടയ്ക്കും. അപ്പം അമ്മ എന്താ മോളെ എന്തുണ്ടായി പറയും? പിന്നെ ഒന്നുമില്ല, ബാബേട്ടൻ എന്തേ പറഞ്ഞു നിൽക്കുമോ? അപ്പോൾ ശാലിനി അത് ബാബേട്ടനോട് ചോദിക്കുന്നതായിരുന്നു. അപ്പം അമ്മ പോട്ടെ സാറില്ല, നിങ്ങൾ ചോറ് വയ്ക്കുക. ശാലിനി എന്തെങ്കിലും കുരുത്തക്കേട് കളിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടാണ് ഓൻ അങ്ങനെയാണ്. ശാലിനി എന്തെങ്കിലും കുരുത്തക്കേട് കളിച്ചാൽ, ശാലിനി ഒന്ന് അടിച്ചാൽ, ശാലിനി ഒന്ന് വീണാൽ ഒക്കെ ഓന് ഭയങ്കര വിഷമമാണ് മോളെ. കാരണം വെച്ചാൽ എനിക്ക് കുഞ്ഞു മക്കളല്ലേ, അവനാണ് അവളെ കൊണ്ടുവരുന്നത്. അത്രയ്ക്ക് അവൻ അവളോടുള്ള ഒരു ഇഷ്ടമാണ്. അതുകൊണ്ട് എന്തേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളത് മനസ്സിൽ വെക്കണ്ട, മോള് ചോറ് കഴിക്കും, ഒപ്പം വരും. ഓനെ ഞാൻ വേണിപ്പോൾ ചോറുന്നാൻ വന്നാൽ പിന്നെ അച്ഛൻ്റെ കൂടെ വരാൻ പറയും. എന്നിട്ട് ചോറ് കഴിച്ചിട്ടേ ഞാൻ പറഞ്ഞേക്കുള്ളൂ, അത് കരുതി മോള് ചോറ് കഴിക്കേണ്ട കഴിക്കുന്നത്. അപ്പോൾ ശാലി ഇരുന്നിട്ട് ചോറ്
വിളമ്പുമ്പോൾ കാർത്തിക അറിയാം എനിക്ക് വിളമ്പത്തെ അതെന്താ എനിക്ക് ഇറങ്ങൂല ശാലിനി, എനിക്ക് വേണ്ട, അന്നണക്ക് വിളമ്പില്ല, എനിക്ക് വിളമ്പിക്കോളാം, ഞാൻ വാരി തരാം എനിക്ക് ചോറ് എന്ന് പറഞ്ഞിട്ട് കുഴച്ചിങ്ങോട്ട് അവളിങ്ങനെ ശാലിനി അങ്ങനെ വാരി കൊടുക്കല്ലേ, കാർത്തികയാണ് വാരി കൊടുക്കുക സ്കൂളിൽ നിന്ന് ആയാലും. ശാലിനി വാരി തരില്ലേച്ചോളൊരു വായിക്കി തന്നെ പറയും, ഇനി ശാലിനി തരരുത്, അമ്മ വെച്ചല്ലേ ഒരു വായിക്കി തന്ന, എനിക്ക് ഞാൻ ഇറങ്ങൂല ശാലിനി എന്ന് പറഞ്ഞ് സങ്കടപ്പെടും. പറയും ഓൻ എന്താ പറഞ്ഞേ പറയും. പറയാം ഒന്നുമില്ല. അപ്പോൾ പറയും കാർത്തിക ഈ നല്ലൊരു കുട്ടിയാണ്, ഈ ഒരു എന്തിനും ഒന്നും ഈ കരയോ സങ്കടപ്പെടുകയോ ഒക്കെ ഒരു എനർജി ആയിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞാണ്. അതുകൊണ്ടല്ലേടി അന്ന് ഞാൻ എൻ്റെ ഇടത്തിമ്മയാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് എൻ്റെ ഇടത്തിമ്മ ഇന്ന് ഏകദേശം ഒരു തീരുമാനമായി ഇടത്തമ്മയ്ക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു വരുന്നതിൻ്റെ മുന്നേ അവിടെ നിന്ന് ഇങ്ങനെ വിചാരിക്കുക ഞാനിപ്പോൾ എന്താ ചെയ്യുക, പിന്നെ ശാലിനി ഇന്നെ സാബു നിന്ന് അകറ്റാൻ പറ്റില്ല, സാബുവിനിപ്പോൾ എന്താ ഇപ്പോൾ കുറ്റം പറയാൻ മാത്രം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ കാർത്തിക ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അവർ വരുന്നതിൻ്റെ മുന്നേ ആ ചിന്ത എനിക്ക് പറയാൻ വന്നത്. ഇതപ്പോൾ ഞാൻ പറയാം അങ്ങനെ ശാലിനി ഇറക്കി എന്താ അറിയില്ല നല്ല വിശപ്പുണ്ടെങ്കിൽ അവിടെ ഇരുന്ന എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ അറിയും എന്താ ഉണ്ടായത് കുട്ടികളെ കാര്യം പറയും, ബാബു വെറുതെ ഒന്ന് ചൂടല്ല എന്താ അമ്മേ ഞാൻ പറയാം ഒന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ വരുന്ന വഴിക്ക് ആ കുളത്തിൻ്റെ വക്കത്തൊന്നും ഇരുന്ന് ഇത്തിരി നേരത്തെ എപ്പോഴും പറയലുണ്ട് ആ കുളത്തിൻ്റെ വക്കത്തൊന്ന് പോകാൻ, ഞാനും പറയലുണ്ട് ഓളും പറയലുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ വിട്ടല്ലേ വെച്ച് ഞങ്ങൾ അവിടെ ഒന്ന് ഇരുന്നപ്പോൾ കാർത്തികനോട് ചോദിച്ചു ശാലിനിക്ക് നീന്താ അറിയോ, അപ്പോൾ കാർത്തികയ്ക്ക് നീന്താ അറിയില്ലാറ്. അപ്പോൾ ഒക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിലിറങ്ങി ഒന്ന് നീന്തി. അപ്പം അമ്മ പറയാം ഈ ഉച്ചയ്ക്കോ നിങ്ങൾക്ക് അങ്ങനെ നീന്തൊക്കെ കാണണം പിടിക്കണം എന്നുണ്ടെങ്കിൽ രാവിലെയോ പിന്നെ വൈകുന്നേരമോ നിങ്ങൾക്ക് സ്കൂളില്ലാത്ത സമയത്ത് ആ സമയങ്ങളിലൊക്കെയല്ലേ പോവുക. ഈ ബാല്യക്കാരത്ത് പെൺകുട്ടികൾ നട്ടുച്ചയ്ക്ക് ജലത്തിലിറങ്ങാൻ പറ്റുമോ? എന്താ ഇറങ്ങിയാൽ ജലപിശാച് കൂടിടി, ബാല്യക്കാരത്ത് പെൺകുട്ടികളെ മേലൊക്കെ കൂടും. അമ്മ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. പേടിപ്പിക്കല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. ഞങ്ങളെ കൂടെ ഒരു ജലപിശാചും കൂടില്ല അമ്മ, അതിലും വലിയ പിശാചിൻ്റെ എനിക്ക് കൂടെ. അപ്പം അമ്മ അതാരേ? അപ്പോൾ കാർത്തികയ്ക്ക് ചിരി വരില്ല കേട്ടോ, ശാലിനി ചിരിക്കുക ആരും സാബുവിനെയൊക്കെ പറഞ്ഞത്. അപ്പം പിന്നെ അതുതാ ഇവളെന്നെ നിറഞ്ഞേക്കും വേഗം. അപ്പോൾ അമ്മ അറിയാം എന്തെങ്കിലും ആയിക്കോളെ, നീയാണ് എല്ലാ കുരുത്തക്കേടിനും കാരണക്കാരത്തി, ഇനി ചോറ് കഴിച്ചോളെ അതൊന്നും ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമല്ല എന്നൊക്കെ പറയും. എന്നെ ഓള് ശാലിനി കാർത്തിക് ചോറ് കഴിച്ചില്ല കേട്ടോ, ശാലിനി നല്ല ചോറ് കഴിക്കുക, എനിക്ക് വിശക്കില്ല എനിക്ക് നല്ല വിശക്കേണ്ടതൊക്കെ പറഞ്ഞ് അങ്ങനെ ചോറ് കഴിച്ച് കൈയും മുഖമൊക്കെ കഴുകിയിട്ട് ഇവളോട് അറിയാം എടി നമുക്കൊന്ന് സുഗന്ധീൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞവരെ. മറ്റേ സുഗന്ധീൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞാൽ സാബു വീട്ടിലെത്തിക്കണമെന്ന് അറിയാം, എൻ്റെ വെള്ളത്തിൽ ചാടി പോയതല്ലേ. അപ്പോൾ ഇവളറിയാം ശാലിനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. എന്താ കാർത്തികേ ഈ അങ്ങനെ പറയല്ലേ? ഞാൻ പറയാം എനിക്ക് ശാലിനിയോട് കുറച്ച് കാര്യങ്ങൾ പറയണ്ട, എന്നാ വാ നമുക്ക് സംസാരിക്കാറുണ്ട്. അകത്ത് കുട്ടി കൊണ്ടുപോയിട്ട് ഓൾ കിടക്കണം, അകത്ത് കുട്ടി കൊണ്ടുപോയിട്ട് ഓൾ അച്ഛനമ്മയ്ക്ക് ഒരു റൂമിൽ ആ കട്ടുമലി എത്തും പറയും എന്താ പറയാലേക്ക്. അപ്പോൾ അറിയാം പിന്നെ ഈ സാബുവിനെ മറക്കുമോ? അപ്പോഴേക്കും അല്ല ഓൾ ആദ്യം ചോദിക്കും, ഓളറിയാം എടി ഞാനിതിന്ന് പിന്തിരിയാണ്. അപ്പോൾ ശാലിനിക്ക് ഏതെന്ന് പിന്തിരിയണേ? ഈ എൻ്റെ കല്യാണത്തിന്ന്. അതെന്താ അനക്ക് എൻ്റെ വീട്ടിലേക്ക് വരണ്ട, എൻ്റെ അമ്മേൻ്റെ മരുകളായിട്ട് വരണ്ട, എന്താ ഇപ്പോൾ പ്രശ്നം? അപ്പോഴേക്കും ശാലിനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ആ പറയും എന്താ? ഈ സാബുവിനെ മറക്കാൻ പറഞ്ഞാൽ മറക്കുമോ? അപ്പോൾ പഠിച്ചോ വിചാരിച്ചാൽ പോലും ഞാൻ പഠിച്ചോ പറഞ്ഞാൽ പോലും ഞാൻ മറക്കൂല, ഒഴിവാക്കൂല. ആ അപ്പോൾ ഈ ഒഴിവാക്കിയില്ല ഇല്ലടി, ഞാൻ എൻ്റെ മനസ്സിലെ സാബു എന്നുള്ള നാമം ഉരുവിട്ടിട്ടാണ് ഞാൻ വളർന്നത്. സാബു അല്ലാത്തൊരു പുരുഷൻ്റെ കൂടെ ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. എന്താ അതും ഇതായിട്ട് എന്താ ബന്ധം? അവനെന്തേലും പറഞ്ഞോ? ബാബേട്ടൻ എന്താ പറഞ്ഞോ? ബാബേട്ടൻ എന്താ അറിഞ്ഞോ? ഇല്ല ബാബേട്ടനൊന്നും അറിഞ്ഞില്ല. പിന്നെ എന്താ? ബാബേട്ടൻ എന്നോട് പറഞ്ഞ് എൻ്റെ ശാലിനി നല്ലതും ചീത്തതും എടുത്തു വെച്ചാൽ ചീത്തതേ നോക്കിയെടുക്കുള്ളൂ, അതുകൊണ്ട് അവളെ നല്ലത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നല്ലത് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കണം, ചീത്തത് കണ്ടാൽ അത് ചീത്തതാണെന്ന് പറയണം. അതിനൊക്കെ പറ്റിയെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാമെന്ന്. എന്ന് വെച്ചാൽ ബാബേട്ടന് അന്നെ ഞാൻ നല്ല പാതയിൽ കൂടെ നടത്തണമെന്ന് ബാബേട്ടൻ പറയണേ. എനിക്ക് അന്നെ നല്ല പാത കൂടെ നടത്താൻ പറ്റില്ല. ശാലിനി ഈ എന്താ വിചാരിച്ചാൽ ഈ അതേ നടത്തുള്ളൂ. പിന്നെ ഞാൻ എന്തിനാ ഈ നല്ല വീട്ടിൽ വന്നിട്ട് ഒരു ചീത്തപ്പേര് ഞാൻ കേൾക്കണത്? എനിക്ക് അങ്ങനെ തന്നെ ആ ചീത്ത കുട്ടീന്ന് ആരും പറയുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്മാറാന്ന് വിചാരിക്കണം. കാരണം ചെയ്യ് സാബുവിന് ഇവർ കൊടുക്കുമെന്ന് എനിക്ക് ഇവള് അറിയില്ലടിയുന്നത്. ആ അതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പിന്മാറിയ എനിക്ക് ഇതൊന്നും കേൾക്കണ്ടല്ലോ. അപ്പം എടി ഈ എന്താടി അങ്ങനെ പറയണത്? എടി
നമ്മളെ വീട്ടിൽ വന്ന് അന്വേഷിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം പറയുകയോ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് കരുതിയിട്ട് എനിക്ക് പാപ്പേട്ടനെ വേണ്ട വെച്ചിട്ട് ഈ വേറെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോവാം. ഇല്ലേടി, എനിക്കിനി കല്യാണമൊന്നും വേണ്ട. ഞാൻ കല്യാണം കഴിക്കാനൊന്നും വലിങ്ങനെ ആഗ്രഹിക്കണമൊന്നുമില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ ഏട്ടൻ, എൻ്റെ കുടുംബം, അതിൽ വരെ എനിക്ക് നല്ല ഇഷ്ടമായി. ഇനി ഇപ്പോൾ ഇത് ഇങ്ങനത്തെ അവസ്ഥയിലേക്കൊക്കെ പോകുന്നത് എനിക്കറിയോ. എന്നെ അത്രമാത്രം സ്നേഹിക്കുക കുടുംബം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ ചെയ്യുന്ന തെറ്റൊക്കെ എൻ്റെ തലയിൽ വന്നിരിക്കും. എനിക്ക് പേടി. അതുകൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് പറയുന്നത്. അപ്പോൾ ഓളറി ഞാൻ എൻ്റെ അച്ഛനും അമ്മേനെയും നോക്കിയൊക്കെ അങ്ങനെ ചോദിച്ചു. അതിപ്പോൾ ബെസ്റ്റായി ശല്യർ, അത് ബെസ്റ്റായി. അവൻ വരട്ടെ, വീണേട്ടപ്പം ചോറുന്നാൻ വരും. അപ്പം ഞാൻ വീണേട്ടനോട് പറഞ്ഞോണ്ട് വീണേട്ടൻ കൊടുത്തോളൂ അവൻ്റെ ഡോസ്. പിന്നെ ഇന്ന നല്ല പാതയെ കൂടെ നടത്താനേ ഓൻ ഇപ്പോൾ കല്യാണം കഴിക്കുള്ളൂല്ലോ. അങ്ങനെ ഓൾ ഓരോന്ന് പറയും. അപ്പോൾ ഓളറെ ഞാൻ പോട്ടെ കാർത്തികൻ. അപ്പടി വീണ് വരും. വീണ് വന്ന് കൈകാലും മുഖമൊക്കെ കഴുകി വേഗം പുറത്ത് പോയി കൈകാലും മുഖം കഴുകിയിട്ട് മക്കൾ ചോറുന്ന വരാം. ഇങ്ങോട്ട് വരുന്ന വയ്ക്ക് റൂമിൽ ശാലിനിയെന്ന് വിചാരിച്ചു. അപ്പോൾ വരെ സംസാരം കേട്ടപ്പോൾ എടുത്തിട്ടുണ്ടോ അവിടെ, എന്താ പിന്നെ ചോറ് കഴിച്ചാൽ വയ്ക്കും. അപ്പോൾ ശാലിനി അറിയാം ഞാൻ കഴിച്ച്, കാർത്തിക കഴിച്ചില്ല. അതെന്തേ എടുത്തി കഴിക്കാത്ത? വാ നമുക്കപ്പുറം ഇരുന്ന് ചോറ് വയ്ക്കാം. വേണ്ട. എന്താ അപ്പോൾ പറയും അതില്ലേ പിന്നേട്ടാ നടക്ക്, ചോറൊന്നും കൊണ്ട് പറയാം, ഞാൻ അങ്ങോട്ട് തരാം. എന്താ പ്രശ്നം എന്നറിയാം. അപ്പോൾ കാർത്തികൻ്റെ കൈ പിടിച്ചടിച്ച് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവള് പറയും ഞാനില്ലേ പാപ്പേട്ട, ഞങ്ങൾ വരുന്ന വയ്ക്ക് കുളത്തിൻ്റെ പക്കത്ത് തിരി നേരത്തെ ചെന്ന് കയറിയിരുന്നു. ഞങ്ങൾ ഡ്രസ്സ് അടിച്ച് മേടിച്ച് വരികയും ഉച്ചയ്ക്ക് ശേഷം പോകുന്നില്ല. അപ്പോൾ അവിടെ ഇരുന്ന് അപ്പോൾ കാർത്തിക വെച്ച് ആൾക്ക് നീന്താ അറിയാം. നീ വെറുതെ പറയാമെന്നാണ്. അപ്പോൾ ഞാൻ നീന്തി കാണിച്ചു കൊടുക്കണ്ട അത്ര പറ. അപ്പോൾ അതിന് പാപ്പേട്ടൻ പറഞ്ഞോല പിന്നെ കാർത്തികനോട് നല്ല വഴിക്ക് ഇന്നെ നടത്താൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ഈ ബന്ധ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. ആമന മോൻ ജിമ്മിനായതാ. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാന്നറിയാം. അല്ല സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞോല. ഞാൻ പോയിട്ട് ഇപ്പം റെഡിക്ക് തരാം. ഞാൻ അച്ഛൻ്റെ കൂടെ ഓനെ കൂടെ പറഞ്ഞയച്ചേരാം. അതിനെ എടുത്തിമ ചോറുന്നാണ്ടെന്നെ. എടുത്തിമയ്ക്ക് എന്തായിപ്പോയി? ഓൻ എന്ത് വിവരക്കേടാ അതൊക്കെ പറയണത്? ഞാനും അച്ഛനും ഞങ്ങളെ വിചാരിച്ചിട്ട് നന്നാവുന്നില്ല, എന്നിട്ടാ ഞാൻ പേടത്തിമ വിചാരിച്ചിട്ട് നന്നാവുന്നത്. അപ്പോൾ ശാലിനിക്ക് ആരേട്ടാ ഞാൻ എന്താട്ടാ നന്നാവാത്തെ? ശാലിനി ഈ അധികം പറയണ്ട. ഈ നടക്കണ വൈക്കൊരു ചളിവെള്ളം കണ്ട അതും കൂടി ഈ തെറിപ്പിച്ച് ചളി മേലാക്കിയിട്ടേ ഈ നടക്കുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്ക് നന്നായിട്ടുണ്ട്. ഇപ്പം ഈ നട്ടുച്ചയ്ക്ക് പോയി ആ കുളത്തിച്ചാടി കണ്ടി നീന്തിയിട്ട് ഇപ്പോൾ കേട്ടതായിരിക്കാം എടുത്തിമയ്ക്കല്ല. ഇനി മേലാലോ ഇവളെ കാര്യം പറഞ്ഞവൻ എടുത്തിമ ചീത്ത അറിയാൻ പാടില്ല. അത് ഞാൻ എന്നത്തോടെ നിർത്തി തരാതൊക്കെ പറഞ്ഞിട്ട് വേണു വേഗം ചോറുന്ന് ഞാൻ പോവാണ്. എടുത്തിമ ഉടക്കാൻ പാടില്ല. വേണു ഏട്ടനോടൊന്നും പറയണ്ട, ഏട്ടനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ പോവാണ് വീട്ടിലേക്ക്. അതെന്താ? ചോറുന്നുണ്ട്, ചോറ് എൻ്റെ വീട്ടിൽ വെച്ചിരിക്കണേ. അപ്പോൾ എൻ്റെ അമ്മ വെച്ച് ചോറ് തിന്നുണ്ട്. അങ്ങനെ പറയരുത് ബാബു. വീണു അമ്മ വെച്ചത് അതിനെ കൊണ്ട് ഞാൻ അവളടുത്തുനിന്ന് ഒരു പിടി വാങ്ങി കഴിച്ചിട്ടുണ്ട്. എടുത്തുമ്പോൾ പോരുത്. ഞാനിപ്പം അച്ഛനെ ഏട്ടനും പറഞ്ഞയക്കും എന്നിട്ട് ഓനെ ഇറങ്ങിപ്പോൾ. അപ്പോൾ ഇവിടെ കാർത്തിക അറിയാം ശാലിനി അമ്മ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഈ പാത്രമൊക്കെ കഴിക്കാം. അപ്പോൾ ഇവിടെ ശാലിനി ഞാൻ പോവാണ്. അച്ഛനും ഏട്ടനും വന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എനിക്ക് പറ്റൂലയ്ക്ക് വിഷമാവും. ഇനി ഏട്ടൻ എന്തെങ്കിലും അച്ഛൻ എന്തെങ്കിലും ഏട്ടനെ പറയുമ്പോൾ ആൾക്ക് വിഷമാവും. അതുകൊണ്ട് ഞാൻ പോവാണ്. അപ്പം എൻ്റെ ഡ്രസ്സ് വേണ്ടടി. ഈ അമ്മേൻ്റെ അടുത്ത് പറയടി എന്നറിയാം. അമ്മേൻ്റെ അടുത്ത് പറയില്ല, അമ്മ വിടൂല. അതുകൊണ്ട് പോവാം. അപ്പോൾ പറയും എടി എന്നാൽ ഡ്രസ്സ് കൊണ്ടുവയ്ക്കും. അവിടെ വേണ്ട, ഡ്രസ്സ് വേണ്ട, ഞാൻ ചിലപ്പോൾ കല്യാണത്തിന്. എന്തടി അങ്ങനെ പറയും? നമുക്ക് കിട്ടി ഒരു സന്തോഷം കിട്ടിയതാണടി, അത് ഇല്ലാതെയാക്കല്ലടി. ആകെ എന്നോ ആറ്റൊറ്റ് കൊണ്ടെടുക്കുന്ന ഒരു കല്യാണം സന്തോഷമായിട്ട് പോകണം വിചാരിക്കുന്നത്. അപ്പോൾ ശരി അവിടെ വെച്ച് ഞാൻ അവിടെ വന്നിട്ട് മാറ്റിക്കൊണ്ട് ഞാൻ വരണ്ട് എന്ന് പറഞ്ഞിട്ട് ഓളെ ഇറങ്ങിപ്പോയി. അമ്മ വന്ന് ചോദിക്കുമ്പോൾ എവിടെ വെച്ച് കാർത്തിക പോയി. എന്തേ? അത് ഓള് പോയി. ഡ്രസ്സൊന്നും എടുത്തില്ല. ഒക്കെ അവിടെ വെച്ച് ഒക്കെ നല്ല സങ്കടമായി. ഒക്കെ അങ്ങനെയൊന്നും സങ്കടം വരലില്ല. നല്ല സങ്കടം വരുന്നതല്ല ഞങ്ങളമ്മ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. ശാലിനി പോയി അവിടെ കിടക്കും. ശാലിനി കുറേ സ്വപ്നങ്ങളോട് കൂടി വന്നാൽ അവിടെ വന്ന് സുഗന്ധിൻ്റെ വീട്ടിൽ പോകണം, അങ്ങനെ വല്ല സബുൻ്റെ ഒന്ന് കൂടി കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചതാണ്. അതൊന്നും നടന്നില്ലല്ലോ. അങ്ങനെ അച്ഛന് വീണ അവിടെ ചെന്ന് അച്ഛാ നീ അച്ഛൻ പോയിക്കോ, പോകുമ്പോൾ ഏട്ടനെ കുട്ടിക്ക് ഓനല്ലേ നമ്മളെ മുന്നേ ചോറൊന്ന് വന്നത്. ഏട്ടൻ തിന്നില്ലല്ലോ. അതെന്തേ ശാലിനായിട്ട് എന്തോ പണിക്കിട്ട് ഏട്ടൻ തിന്നാണ്ട് ചോറ് തിന്നാണ്ട് പോകുന്ന അമ്മ പറഞ്ഞ അച്ഛൻ്റെ കൂടെ പറഞ്ഞയക്കണം എന്നാണ്. അവർ ഇല്ലേട്ടാ അച്ഛൻ പോയിക്കോ, ഞാൻ ചൊറക്കത്തെന്നൊക്കെയെന്ന് പറയും. അപ്പോൾ അവിടെ അച്ഛൻ കണക്കൊക്കെ കൂട്ടി പൈസയൊക്കെ എണ്ണിക്കും. അപ്പം ഇവൻ ചോദിക്കും ഏട്ടാ എന്തിനാ കാർത്തിക അടുത്ത് ചീത്ത അറിഞ്ഞത്? ശാലിനിയുടെ കാര്യത്തിലൊക്കെ ചീത്ത അറിയേണ്ട ആവശ്യമുണ്ടോ? ശാലിനി പണ്ട് മുതലേ ചെറിയ കുറ്റക്കേട് കാട്ടുന്നല്ലാണ്ട് ശാലിനി ഇമ്പളെ അതിൽ വിട്ടിട്ടൊന്നും ശാലിനി ഇന്ന് വരെ പോയില്ലല്ലോ. പിന്നെ ശാലിനെ നേർക്ക് വൈക്കൊക്കെ നടത്തണമെന്ന് കാർത്തികനോട് ഈ എന്തിനാ പറയേണ്ട ആവശ്യം? അതൊന്നും പറ്റൂല. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ്.
ഏട്ടത്തിമക്കാകെ വിഷമയക്കുന്നു. ഈ അങ്ങനെയാണെങ്കിൽ ഇത് നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കല്യാണം വേണ്ടാന്ന് പറഞ്ഞിട്ട് കല്യാണം വേണ്ടാന്ന് പറഞ്ഞില്ല കേട്ടോ. അത് പറഞ്ഞില്ല, അത് വേണുവിൻ്റെ അടുത്ത് ഇവർ പറഞ്ഞില്ല. പിന്നെ ഏടത്തിമ ചോറൊന്നും തിന്നാണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ പിടിച്ച് നിർത്തിക്കണം പൊയ്ക്കുക അച്ഛൻ്റെ കൂട്ടുകാരെ. അങ്ങനെ അച്ഛനോട് അച്ഛൻ പൊയ്ക്കുക, ഞാൻ പിന്നെ നടന്ന് വരാറിയാനോ നടന്ന് ചെല്ലുമ്പോൾ ചോദിക്കും ഇനിയിപ്പോൾ കാർത്തിക എന്നോട് എന്താ പറയുക, വിഷമമായിട്ടിരിക്കും, ചോറൊന്നും ഉണ്ടാവില്ല, എന്താ പറയുക എന്നൊക്കെ ആലോചിച്ച് അങ്ങോട്ട് കയറുമ്പോൾ ചെരുപ്പ് ഉണ്ടാവില്ല അവളെ. അപ്പോൾ നേരെ അമ്മേൻ്റെ അടുത്തേക്ക് ചെല്ലും. അമ്മ അടുക്കളുണ്ട്. അമ്മേ എന്തേ കാർത്തികയുടെ ഓള് പോയി. എൻ്റെ അമ്മയെ പോയി. എന്താ പാപ്പ മോനെ, പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ നല്ലപോലെ നോക്കി സംസാരിക്കണ്ടേ. എന്തേ ഓള് നമ്മൾ വാങ്ങിക്കൊടുത്ത ഡ്രസ്സൊന്നും വാങ്ങിയില്ല, കല്യാണത്തിനൊന്നും ഇനി വരില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പോയോല ആണേ. അങ്ങനെ നേരെ കൈ കാലം മുഖമൊന്നും കേൾക്കാണ്ട് ശാലിൻ്റെ അടുത്തില്ല. ശാലി ഇങ്ങനെ കിടക്കും. ശാലി വിളിച്ചാൽ ശാലി ഉണ്ടല്ലോ. പിന്നെ ശാലി എന്താ ഓളെടുത്ത് ഇരിക്കും. എന്താ കാർത്തിക പോയി, ഓള് പോയി. എന്തേന്ന് ഏട്ടൻ എന്താ അവളോട് പറഞ്ഞേ, ഇന്നെ നേരമൊഴിക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ ഈ ബന്ധം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞോ. ഞാൻ ഈ വിഷമത്തിൽ എന്തേ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. ഏട്ടന് ഓർമ്മ ഉണ്ടാവില്ല, അവൾക്ക് നല്ല ഓർമ്മ ഉണ്ട്. അവൾ നല്ല ബുദ്ധി വിവരമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് എൻ്റെ ഏട്ടൻ ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വാങ്ങിയ ഡ്രസ്സൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. അവൾ ഇനി കല്യാണത്തിനും കളവാണത്തിനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓള് പോയി. ഓളെ നല്ല സൂപ്പർ പെൺകുട്ടിയാണ്. അങ്ങനെ അടിഞ്ഞു കയറിയിട്ടൊന്നും ഒരു സ്ഥലത്തേക്കും വരില്ല കേട്ടോ. ഓളോട് സംസാരിക്കുമ്പോൾ ഞാൻ പൊട്ടത്തിയ ഇന്ന് ഇത്രയും കാലം പിന്നെ ഓള് നോക്കി നടത്തിയിട്ടാണ് ഞാൻ നടന്നത്. എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾ ആര് കല്യാണം കഴിച്ചാലും ഓരോ ഇടത്തിമാരും എന്നെ നോക്കി നടത്താൻ വരണ്ട. എൻ്റെതായ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുള്ളൂ. ഞാൻ തെറ്റായിട്ട് ഇന്ന് വരെ ഞാൻ ജീവിച്ചിട്ടില്ല എന്നൊക്കെ അങ്ങോട്ട് നല്ല കൽപ്പ് പറയും. അവർ എടി ഇനി എന്താടി ചെയ്യുക, ഇനി എന്ത് ചെയ്യാൻ എനിക്കൊന്നും അറിയില്ല. എനിക്ക് ഇനി പെണ്ണും ഇല്ല പിടക്കോയും ഇല്ല, ഈ അവിടെ ഇരുന്നോ പിന്നെ എന്ന് പറഞ്ഞ് കണ്ടിട്ട് ഓളം കൂടി തിരിഞ്ഞിടന്നാവും. അപ്പടി അച്ഛൻ ബാബുവോ ഇവിടെ വന്നിരുന്ന് ചോറുന്ന് അച്ഛന് മനസ്സിലല്ലോ ഒരെന്നാളും എന്താ തെറ്റാന്നറിയാം കാർത്തികയെന്നുള്ള. ഞാൻ അവിടെ ഇരിക്കും, അച്ഛനെ പേടിച്ചിട്ട് വന്നിരിക്കും. അതിന് 2 പിടി ഒന്ന് നീക്കും. എന്താടാ ഈ എന്തിനാ പിന്നെ വന്നേ, എന്താപ്പോ പക്ഷെ എന്താ ഉണ്ടായ അതില്ലെന്ന് നിങ്ങളെ മോള് നട്ടുച്ചയ്ക്ക് കുളത്തിലിറങ്ങി നീന്തിയല്ലോ. എന്നിട്ട് ഇവൻ കാർത്തികൻ എന്തോ പറഞ്ഞു. കാർത്തിക വിഷമായി ഇവള് കരഞ്ഞു പോയി. അപ്പടി ഇവള് വന്നു കണ്ട് കുലുക്കി തുള്ളി പെണ്ണ് വന്നു കണ്ട് പറയാം, അച്ഛാ ഇന്നെ നോക്കി നടത്താൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ഈ ബന്ധം വേണ്ടാന്ന് ഏട്ടെ കാർത്തികനോട് പറഞ്ഞ് കാർത്തികക്ക് അത് നല്ല വിഷമായി. അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓള് പോയി. പിന്നെ ശാലിനി എന്തേ തെറ്റ് ചെയ്താലൊക്കെ അതിൻ്റെ തലയിൽ വന്ന് വെക്കുക. അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട് ശാലിനി, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയി. ഇന്നെ ഒരാളും നോക്കി നടത്തണം. ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കഥയിൽ ഞാൻ ഇത്രയും കാലം ഒരു തെറ്റും ചെയ്യാണ്ട് ജീവിച്ചില്ല. പിന്നെ എന്തിനാ പോകട്ടെ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം. നല്ലൊരു ദിവസം വന്നിട്ട് ഓള് സങ്കടപ്പെട്ടു പോയി എന്നൊക്കെ പറയും. എന്താ ബാബു പെൺകുട്ടികളോട് വാക്കുകളൊക്കെ വിടുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കണ്ടേ. ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോലും ഞാൻ ഇന്ന് വരെ ഓളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞില്ല. എടി ഞാൻ എന്തേ പറഞ്ഞീന, ഏട്ടനൊന്നും പറയില്ല, മക്കളെ കുരുത്തക്കേടുകൊണ്ട് മാത്രമേ ഞാൻ ബേജാറാവലുള്ളൂ, അല്ലാണ്ട് ഏട്ടൻ ഒന്നും പറയില്ല എന്നറിയും. ശരി വിഷമിക്കണ്ട, ഈ ചോറ് തിന്നോ, വേണ്ട അച്ഛ, പിന്നെ നമുക്ക് ശരിയാക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. പെൺകുട്ടികളല്ല സങ്കടം കൊണ്ടയക്കുന്നത്. അങ്ങനെ അവൻ വേഗം പോയി കൈ മുഖമൊക്കെ തുടച്ചിട്ട് പിന്നെ ശാലിനീൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, ശാലിനി ആ ഡ്രസ്സും കൊണ്ടാ. ഏത് ഡ്രസ്സ്? ഓളെ ഡ്രസ്സ്. എന്തിനാ? ഞാൻ ഓളെ വീട്ടിലത് കൊണ്ടു കൊടുക്കട്ടെ പോണ പൂക്കിന്. അപ്പോൾ ഒക്കെ ഒരു ചിരിയൊക്കെ വരിക. അപ്പോൾ നോക്കുക അവളെ ഡ്രസ്സ് ഏതാണെന്ന്. അങ്ങനെ അതെടുത്ത് അച്ഛൻ കാണണ്ട എങ്ങനെ കവർ തൂക്കി പോകണ കാണൂലേ, അത് ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുപോയിക്കൊണ്ട് ഈ ശ്രദ്ധിക്കണ്ട അങ്ങനെയുള്ള കവർ എടുത്തിട്ടിട്ട് ബാബു ആ കവറും വെച്ച് അച്ഛൻ കാണാണ്ട് മെല്ലെ ഇറങ്ങിയിട്ട് വേഗം നടന്നു പോവാം. അപ്പോൾ നമ്മളെ കഥ കുറേ നീണ്ടുപോയില്ലേ, സൈലൻ്റ് ആയിപ്പോയോ കഥ? ഒരു സാരമില്ല, നല്ല വൃത്തിക്ക് കേൾക്കാം. സൈലൻ്റ് ആയിട്ട് ഒരു ചിരി കളിയൊന്നുമില്ലാണ്ട് പറയുമ്പോൾ നമ്മൾ വൃത്തി കേൾക്കാം. നമ്മളെ സാബുമോൻ വെള്ളത്തിൽ നിന്ന് മുങ്ങിപ്പൊങ്ങിയതൊക്കെ എന്താ കഥ എന്നൊക്കെ നമുക്ക് അടുത്ത വാരമല്ല അടുത്ത ദിവസം പണ്ടൊക്കെ കഴിയാം. അടുത്ത ആഴ്ചയാണ് നമ്മളൊരു വീക്കിലിൽ ഒരു കഥ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കിട്ടുള്ളൂ. ടാറ്റാ, ലവ് യു. ഉമ്മ ചക്കരമ്മ പഞ്ചാരമ്മ എൻ്റെ കുട്ടികൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് നാളത്തെ സുപ്രഭാതം നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നല്ലതായിരുന്നു കേട്ടോ. ഇനി അതുപോലെ തന്നെ നാളെ നല്ലതായിരിക്കണേന്ന് നമ്മൾ കണ്ണനെയും അയ്യപ്പനെയും ദേവീനെയും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തട്ടെ. ഡെക്സ ബേബി നല്ല വർക്കാട്ടോ. അതെൻ്റെ വേഗം കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ കണ്ടോ.